സൗന്ദര്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കരുത്. സൗന്ദര്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളൊരു പെണ്ണിനെ തന്റെ ജീവിതത്തിലേക്ക് ഇണയായി തുണയായി തെരഞ്ഞെടുക്കല്ലേ. തീർച്ചയായും നിന്റെ വാക്കുകളെ നിർദ്ദേശങ്ങളെ മറികടക്കാൻ ആ പെണ്ണിന് കഴിഞ്ഞേക്കാം. നിന്റെ വാക്കുകളെ അവൾ സ്വീകരിക്കുകയില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഖിയാമത്തിന്റെ അടയാളവുമായിട്ട് ഒരു പെണ്ണ് ഭർത്താവിനെ അനുസരിക്കേണ്ടതിന് പകരം ഭർത്താവ് ഭാര്യയെ അനുസരിക്കേണ്ട കാലഘട്ടം വരും. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളെ പിച്ചു ചീന്തിയതിന്റെ പേരിലാണ്. ലാ തുസവ്വിജുൻ നിസാ ലാ തുൻകിഹുൻ നിസാ ലിമംവാലിഹിന്ന ഫഅസാ അംവാലുഹുന്ന അയ്യുതയഹുൻ. നിങ്ങളാരും സാമ്പത്തികത്തെ മോഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കരുത്. തീർച്ച ആ വിവാഹത്തിലൂടെ ആ സമ്പത്തിലൂടെ അവളെ പിഴപ്പിച്ചു കളയാൻ, നിന്നെ പിഴപ്പിച്ചു കളയാൻ, ആ കുടുംബം തന്നെ പിഴച്ചു പോകാൻ ഇത് കാരണമാകുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ റസൂൽ പറഞ്ഞു. സത്യം, സമ്പത്ത് മാത്രം പ്രതീക്ഷിച്ചോ, നീ അവളെ അടിമപ്പെടണം. അത് അടിമപ്പെട്ടേ പറ്റൂ, എന്നാലേ ഖിയാമത്ത് സംഭവിക്കുള്ളൂ. അത് അടിമപ്പെടാതിരുന്നാൽ ഖിയാമത്ത് സംഭവിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. സംഭവിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. നല്ല നിലയിൽ തെരഞ്ഞെടുക്കണം, ദീനിയായ പെണ്ണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു കറുത്ത പെണ്ണാകട്ടെ അവൾ സുന്ദരിയാണോ അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യത്തിൽ കുറവ് ന്യൂനത വന്നുപോയോ, വല്ല ന്യൂനതകളും വന്നുപോയോ, അവൾ സുശീലയാ, അവൾ സൂക്ഷ്മതയുള്ളവളാ, അവൾ സൽസ്വഭാവിനിയാ, അവളാണ് നിനക്ക് അഭികാമ്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും ദീനീബോധമുള്ള കറുത്ത പെണ്ണ് അവളാണ് നിനക്ക് ഏറ്റവും നല്ലത്. കുപ്പയിൽ വളർന്നു വരുന്ന സുന്ദരിയായ തറവാടിത്തമില്ലാത്ത പെണ്ണിനേക്കാൾ അത് ഭാവിക്ക് ഖേദിക്കേണ്ടി വരും. കല്യാണം കഴിച്ചിട്ട് മംഗലം കഴിച്ചിട്ട് നീ ദുബായിക്ക് പോകും. ദുബായിക്ക് പോയ പാട് പഴയ ലൈനിനെ വീണ്ടും കൂടെ പുതുക്കും. പഴയ ലൈൻ വീണ്ടും പുതുക്കും. അപ്പൊ നീ ദുബായിൽ നല്ലതാ, ഇടക്കിടയ്ക്ക് വിളിക്കും. എന്റെ പെണ്ണുങ്ങൾക്ക് അറിയില്ല, വലിയ ബുദ്ധിയുള്ളതല്ല, 2 ഫോൺ. ഒന്ന് ഭർത്താവ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബക്കാരെ വിളിക്കുമ്പോൾ ഒറിജിനൽ ഫോൺ, അതല്ലാതെ കാമുകം വിളിക്കുമ്പോൾ മറ്റൊരു ഫോൺ. അപ്പൊ അതിൽ ബിസി ആവില്ല, എപ്പോ വിളിച്ചാലും കിട്ടും. ഇതിൽ സംസാരിക്കും അറിയില്ല. ഇപ്പൊ ഞാനിപ്പോ പുതിയ ടെക്നോളജി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നാളെ മുതൽ ഇത് അമൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഞാനിപ്പോ ഇത് പുതിയ ടെക്നോളജി പഠിപ്പിച്ചു കൊടുക്കാൻ നാളെ മുതൽ അമൽ കൊണ്ടുവരും. അതുകൊണ്ടതോടെ എന്തായിക്കോട്ടെ, എന്തായാലും സംഭവം ശരിയല്ലേ ഇന്നത്തെ കാലഘട്ടം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അന്ത്യനാളിലെ അടയാളങ്ങൾ എത്ര പറഞ്ഞു തരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് പറയുകയാണ്, ഒരു ഉപ്പാന്റെ ബാധ്യതയാണ് ലാ യതസവ്വജു ഇംറഅതൻ തനിയ, പുറംപോക്കിൽ ജീവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല. ആന്ധ്രക്കാരി പെണ്ണുങ്ങൾ കേബിൾ കുടിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ, നല്ല സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട്, കാണാൻ നല്ല പാങ്ങ. ആരെങ്കിലും പോയി കെട്ടോ? കാണാൻ രസമുള്ള പെണ്ണുങ്ങളുണ്ടാവും. ആന്ധ്രക്കാരി പെണ്ണുങ്ങൾ കർണാടകത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട്, നല്ല സാധനങ്ങൾ കാണാൻ നല്ല രസമാണ്. അവരൊരു സൈഡിൽ തന്നെയാണ് മക്കളെ ഒരു തൊട്ടിൽ, ഒരു കമ്പിൽ, ഒരു മരത്തിന്റെ ശിഖരത്തിൽ കമ്പിൽ കെട്ടിയിട്ട് ഒരു തൊട്ടിലുണ്ടാക്കി അവിടെ കിടത്തി ഉറക്കിയിട്ട് കേബിൾ കുഴിക്കുന്നു, കാണാൻ നല്ല രസം. തമിഴ്നാട്ടിലേക്കൊക്കെ പോയി നോക്കിയാല് തമിഴ്നാട്ടില് ഗൂഡല്ലൂര് ഭാഗങ്ങളിൽ, തമിഴ്നാട്ടില് ഈ തേനി ഭാഗങ്ങളിൽ, കമ്പം ഭാഗത്ത് നല്ല മുന്തിരിങ്ങ തോട്ടങ്ങളൊക്കെ, ആ മുന്തിരിങ്ങ പറിക്കാനൊക്കെ നല്ല പെണ്ണുങ്ങളാണ്. പറഞ്ഞ താഴ്ന്ന ജാതിക്കാരും പുറംപോക്കിൽ കഴിയുന്നവരും ഗതിയിലെ കാണാൻ നല്ല പാങ്ങാണ്. പക്ഷെ അവരെ നമുക്ക് കല്യാണം കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സംസ്കാരമില്ലാത്തവര് കല്യാണം കഴിച്ചിട്ട് കഴിയുണ്ടോ? എത്ര മംഗലാപുരത്തേക്ക് പോയി നോക്ക്, സന്ധ്യാസമയമാകുമ്പോ വൈകിട്ടാകുമ്പോ കോളേജ് കുമാരികൾ ട്രൗസർ ഇട്ടുകൊണ്ട് നടന്നു വരുന്ന ട്രൗസർ ഇട്ടുകൊണ്ട് നടന്നു വരുന്ന കാണാം. സംസ്കാരമില്ല. സംസ്കാരം ഉണ്ടെങ്കിൽ ആരെങ്കിലും ട്രൗസർ ഇട്ടുകൊണ്ട് ഇറങ്ങി വരുമോ? പെണ്ണുങ്ങൾ ട്രൗസർ ഇട്ടുണ്ടെങ്കിൽ വരുമോ? സംസ്കാരമില്ല. കാണാൻ നല്ല പാങ്ങ്, കാണാൻ നല്ല രസമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. വെളുപ്പിലല്ല കാര്യം ഇരിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ പിതാവിനോട് പറഞ്ഞ വാക്കാണ്, പിതാവേ, നീ കല്യാണം കഴിക്കുമ്പോ ഒരു വാപ്പാന്റെ ബാധ്യതയാണ് കല്യാണം കഴിക്കുമ്പോ ഉമ്മയെ തെരഞ്ഞെടുക്കുമ്പോ തറവാടിത്തമുള്ള, കുടുംബ മഹിമയുള്ള, കുലീനതയുള്ള, സ്വഭാവ ശുദ്ധിയുള്ള പെണ്ണിനെ തന്നെ തെരഞ്ഞെടുക്കണം കല്യാണം കഴിക്കുമ്പോ. അതൊന്നാമത്തെ ബാധ്യതയാണ്, വാപ്പാടെ ബാധ്യത. ഇനിയിപ്പോ വാപ്പാമാരോട് ഇനിയിപ്പോ രണ്ടാമത് കിട്ടാൻ പറയാൻ പറ്റുമോ? കഴിഞ്ഞു പോയത് അത് എന്ത് ചെയ്യാൻ പറ്റും? വിമ്മും പവർ സോപ്പും ഒക്കെ ഇട്ടൊന്ന് കുളിപ്പിച്ച് റാഹത്താക്കി എടുത്ത് ഒരു 7 യാസീന് 32 കുൽഹു അല്ലാഹി 33 കുല്ല റബ്ബിൻ നാസ് ഓതി 33 ദിവസം ഓതി ചിലപ്പോ രക്ഷപ്പെട്ടേക്കാം.
അല്ലാണ്ട് ഇപ്പൊ എന്തൊക്കെ ചെയ്യാൻ കളയാൻ പറ്റുമോ? ഇന്നത്തെ ന്യൂ ജനറേഷൻ മനസ്സിലാക്കിക്കോ. ഒന്നാമത്തെ പോയിന്റ് അതാണ്, പെണ്ണിനെ കിട്ടുമ്പോൾ നല്ലപോലെ തെരഞ്ഞെടുത്തോണം, നല്ലതുപോലെ തെരഞ്ഞെടുത്തോണം. ഇന്നത്തെ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് അറിയാമല്ലോ, അതനുസരിച്ച് തെരഞ്ഞെടുത്തോളൂ.